മൂവി വേൾഡിൽ ഇന്ന് കൂടെയുള്ളത് നിപിൻ നിരാവത്താണ്. സ്വാഗതം. മെൻ്റലിസമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. ഞാനൊന്ന് നമ്മൾ റെഫർ ചെയ്യുമല്ലോ നോർമലി, അപ്പം ഞാൻ റെഫർ ചെയ്തപ്പോൾ കണ്ടത് 13 സ്റ്റെപ്പ് ടു മെൻ്റലിസം. ഇപ്പം അതുപോലെ തന്നെ ഡോക്ടർ എൻ ഹൈദരാലി അദ്ദേഹം എഴുതിയ ജ്ഞാനാത്മക മനഃശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ ബുക്കുകളൊക്കെ ഉണ്ട്. എ ടെയിൽ ടു മെൻ്റലിസം, അങ്ങനെ കുറേ ബുക്സ് ഇങ്ങനെ കണ്ട് റെഫർ ചെയ്തപ്പോൾ ഞാനിത് വായിച്ചിട്ടുണ്ടെന്നല്ല പറഞ്ഞത്. ഞാനിങ്ങനെ മെൻ്റലിസത്തിൻ്റെ ബുക്സിന് എഴുതാൻ നോക്കിയപ്പം മെൻ്റലിസം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ബുക്സ് നമ്മളിങ്ങനെ കണ്ടു. അപ്പം ഈ ബുക്കുകളിലൊക്കെ പ്രധാനമായും ഇതിൻ്റെയൊക്കെ നമ്മളൊരു കോർ കണ്ടന്റ് നോക്കുമ്പോൾ മനസ്സാണ് ഇതിൻ്റെ അകത്ത് എല്ലാം പറയുന്നത്. മനസ്സില്ലാതെ മെൻ്റലിസത്തിനെ പറ്റി പരാമർശിക്കുമ്പോൾ മനസ്സ് തൊട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്നാണ് ഈ ബുക്കിൻ്റെ ഒക്കെ ഉള്ളടക്കം പറയുന്നത്. അപ്പം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണോ ശരിക്കും മനസ്സ്? അപ്പം മറ്റൊരു കാര്യം കൂടി, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു മനുഷ്യ മനസ്സിൻ്റെ 45% അല്ലെങ്കിൽ 50% മാത്രമാണ് നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ എന്നുള്ള പല ഫീച്ചേഴ്സും ഒക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണോ മനസ്സ് ശരിക്കും? മനസ്സ് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ അതൊരു നിഗൂഢമായ സാധനമാണ്. പക്ഷെ മെന്റലിസം ഇത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല. കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് ഈ ഒരു ആർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മിസ്റ്ററിയാണ്. ആളുകൾ ക്യൂരിയോസിറ്റിയോടുകൂടി അവർ മിസ്റ്ററികൾ ഇഷ്ടപ്പെടുന്നവരാണ്. ഈ അത്ഭുതങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിംഗ് ആണ്. എങ്ങനെ ഒരാളെ അത്ഭുതപ്പെടുത്താം, എത്ര സ്കെപ്റ്റിക് ആയിരിക്കുന്ന ഒരാളെയും അത്ഭുതത്തോടെ ജിജ്ഞാസയോടുകൂടി എങ്ങനെ ഒരാളുടെ മുമ്പിൽ നിർത്താൻ പറ്റും എന്നുള്ളത് കൃത്യമായ ഒരു പ്ലാനിങ് ആണ്. ആ പ്ലാനിങ്ങിലേക്ക് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അവിശ്വസനീയമായ ചില കാര്യങ്ങൾ ഒക്കെ കൊണ്ടുവരേണ്ടതായിട്ട് വരും. ഇപ്പോൾ എൻ്റെ ഷോ ക്രിപ്റ്റിക് എന്ന് പറയുന്ന പേരിലുള്ളൊരു ഷോയാണ്. കംപ്ലീറ്റ്ലി ഒരു സ്കേറി മൂഡിലൊക്കെയുള്ള, എന്നാൽ കോമഡിയുള്ള, മിസ്റ്ററിയുള്ള, ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിലൊക്കെ പോകുന്ന ഒരു 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഷോയാണ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ 16-ാം നൂറ്റാണ്ടിലും അല്ലെങ്കിൽ 15-ാം നൂറ്റാണ്ടിലും ഒക്കെ ഉണ്ടായിരുന്ന തരത്തിലുള്ള തോട്ടുകളൊക്കെയാണ് അതിനകത്ത് കൊണ്ടുവരിക. എന്നിട്ട് ഈ ആധുനിക ശാസ്ത്രവും സയൻസും ഒക്കെ അതിനകത്ത് കണക്ട് ചെയ്ത് കംപ്ലീറ്റ് ആൾക്കാരെ ഹൗ ടു ഫൂൾ യുവർ ബ്രെയിൻ, മനസ്സിലായില്ലേ, ആ ഒരു തലത്തിലേക്ക് എത്തിക്കുകയാണ്. അതായത് അവരുടെ ബ്രെയിനിനെ ഫൂൾ ചെയ്യണം, അവരുടെ റാഷണൽ തിങ്കിങ്ങിനെയൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കി കാണിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ ഒരു കലാകാരൻ ചെയ്യുന്നത് ഫോർ ദ പെർഫോമൻസ് പർപ്പസിന് വേണ്ടി മാത്രം, അല്ലാതെ ഇല്ല. ഇതെല്ലാം ട്രിക്കുകളാണ്, അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മെനഞ്ഞെടുക്കുന്ന ട്രിക്കുകളാണ്. ഇപ്പം നൃത്തം എന്ന് പറയുന്ന പരിപാടി ഒരു നൃത്തമെന്ന് നമ്മൾ ചിന്തിക്കുക. ഒഡിസി നൃത്തമാണ്, ഭരതനാട്യം നൃത്തമാണ്, സിനിമാറ്റിക് ഡാൻസ് നൃത്തമാണ്, സൽസ, ബോളിവുഡ്, ഇതെല്ലാം നൃത്തമാണ്. പക്ഷെ ഇതിനെല്ലാം ഓരോ പേരുകളുണ്ട്. മാജിക് എന്ന് പറയുന്ന ആർട്ട് ഫോമിനകത്തുള്ള ഒരു കാര്യമാണ് മെൻ്റലിസം, മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രിക്കുകൾ. അത് എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടോ സിമ്പിളായിട്ടോ എങ്ങനെ വേണമെങ്കിലും അവതരിപ്പിക്കുക. അത് പെർസ്പെക്റ്റീവാണ്. ഒരു കലാകാരൻ അത് എടുക്കുന്നത്, നമ്മൾ എവിടെയാണിത് പെർഫോം ചെയ്യുന്നത്, ആ പെർഫോം ചെയ്യുന്ന ഇടത്തെ പ്രേക്ഷകൻ ഏത് രീതിയിൽ സ്വീകരിക്കുന്നു, ഞാൻ എൻ്റെ ഷോ ഏത് തലത്തിലായിരിക്കണം എന്നൊക്കെ ഉള്ളത് കലാകാരൻ്റെ ഭാവനയും അവൻ്റെ ക്രിയേറ്റിവിറ്റിയുമാണ്. മെൻ്റലിസത്തിൻ്റെ ഒരു ഇപ്പം നമ്മൾ പറയട്ടെ, ഇപ്പോൾ ഒരു മാജിക്ക് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സംഗീതം, ഇതൊക്കെ പല പല യുഗങ്ങളിലായിട്ട് നമ്മളുടെ ഈ മിത്തുകൾ പറയുന്ന ഗ്രന്ഥങ്ങളിലും നമ്മൾ സോക്കോൾഡ് നമ്മൾ അംഗീകരിച്ചിട്ടുള്ള ഒരുപാട് പല ജാതി മത ഗ്രന്ഥങ്ങളിലൊക്കെ കലാരൂപങ്ങളെ പറ്റിയൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതിലെവിടെയെങ്കിലും നമുക്ക് മെൻ്റലിസം മറ്റൊരു വേർഡിലോ അങ്ങനെ എന്തെങ്കിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ? ഇതിന്റെ ഉത്ഭവത്തിനെ പറ്റി എന്താണ്? ഇത് മനുഷ്യനുള്ള കാലം മുതൽ, മതങ്ങൾ ഉണ്ടായിരുന്ന കാലം മുതൽ ഈ സാധനം ഉണ്ട്. അതിന് ആ കാലഘട്ടങ്ങളിൽ ഇങ്ങനൊരു പേരിൽ, ഇന്ന് ശാസ്ത്രം വളർന്നപ്പോഴാണ് ഇതിനെ മാജിക് എന്നും മെൻ്റലിസം എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്യപ്പെട്ട് പറയാൻ തുടങ്ങിയത്. കാരണം അത്ഭുതങ്ങൾ ഉണ്ടാക്കിയതാണ് മനുഷ്യൻ, അല്ലാതെ അത്ഭുതങ്ങളൊന്നും ഈ ലോകത്തില്ല. മാൻ ക്രിയേറ്റഡ് ആയിട്ടുള്ള അത്ഭുതങ്ങളേ ഉള്ളൂ. മനുഷ്യൻ അജ്ഞമായിരിക്കുന്ന കാര്യങ്ങൾ അത്ഭുതത്തോടെ കാണുന്നു. ഇപ്പോൾ UFO എന്ന് പറയുന്ന സാധനം അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് എന്നാണ് പറയുന്നത്. അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേര് തീർന്നു, അല്ലേ? അപ്പം അതിനു മുമ്പ് നമ്മൾ അത്ഭുതത്തോടെ കാണും. മരങ്ങൾ ഇളകുന്നു, കാറ്റുകൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ ചിന്തിച്ചിരുന്നത് ആരോ നമ്മളെക്കാട്ടിൽ ശക്തിയായി ഊതാൻ കഴിവുള്ള ഒരാൾ അപ്പുറത്തുണ്ട് എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നത്, അല്ലേ? അപ്പം ആ അത്ഭുതങ്ങളെ ഒരു ഉപജീവന മാർഗമായിട്ട് മന്ത്രവാദത്തിൻ്റെ പേരിൽ, ആഭിചാര കർമ്മങ്ങളുടെ പേരിൽ ഒക്കെ ഇത് ഉപയോഗിച്ചിരുന്നു. ചിലയിടത്ത് താളിയോല ഗ്രന്ഥങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഭൂമിയും ഈ ഭാവിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ഇപ്പോഴും അതിനെയൊക്കെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളുകളുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുള്ള നാടാണ് നമ്മുടെ കേരളം, മനസ്സിലായില്ലേ? അത് സിമ്പിളി പൊളിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണത്. അത് ഒരു പൊള്ളയായ കാര്യം 100%. ഇതിനൊന്നും ഒരു എവിഡൻസ് ഉള്ളതല്ലെന്നേ. പ്രഡിക്ഷൻസ് ഏത് പ്രഡിക്ഷൻസ് ആണ് ഒരു സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രഡിക്ഷൻ ഉള്ളത്? ഇപ്പൊ നോസ്ട്രഡാമസിന്റെ പ്രഡിക്ഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സ്ക്രിപ്റ്റ് ആണത്. സുനാമിയുമായി ബന്ധപ്പെട്ട് ഈ ലോകത്ത്
സുനാമി ആണല്ലോ അവരുടെ ഏറ്റവും വലിയ പ്രൊഡിക്ഷൻ. അതെ അതെ ഓരോ മണിക്കൂറിൽ എത്ര സുനാമികൾ ഈ ലോകത്തുണ്ടാകുന്നുണ്ടെന്ന് അറിയോ? ഭൂമിക്കടിയിൽ ഇത് ഉണ്ടാകുന്നുണ്ട്. എർത്ത് ക്യുക്കുകൾ എന്തേലും ഉണ്ടാകുന്നുണ്ടെന്ന് അറിയോ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് അവർ പറയുന്നതിനൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. ആ സ്ക്രിപ്റ്റ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂമായിട്ട് അവർക്ക് ആ ദേശത്തുള്ള ആളുകൾ റിലേറ്റ് ചെയ്യപ്പെടും. നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങളും ഇന്നും അത് ഭയങ്കരമായിട്ട് ഡാമുകൾ പൊട്ടും. ഡാമുകൾ പൊട്ടുന്നില്ലേ? പൊട്ടിയിട്ടില്ലേ? പൊട്ടാൻ വേണ്ടി വ്യഗ്രത കൊണ്ടിരിക്കുന്ന ഡാമുകളില്ലേ? നമ്മുടെ നാട്ടിൽ പോലും ഇല്ലേ? അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്ത് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഇതൊക്കെ നേരത്തെ പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. പക്ഷെ അതിനെ ഞാൻ കൗണ്ടർ ചെയ്യുന്നല്ല, ബട്ട് സ്റ്റിൽ അവർ പറയുന്ന ചില സമയക്രമങ്ങളൊക്കെ ഉണ്ട്. ഈ വർഷമായിരിക്കാം ഇത് സംഭവിക്കുക എന്നുള്ള അപ്പൊ ആ ഒരു ടൈമിങ് എങ്ങനെ ഇത് ഞാനും അങ്ങനെയൊക്കെ കുറെ പ്രവചനങ്ങൾ വേണേൽ പറയട്ടെ, കുറെ പ്രവചനങ്ങൾ പറയട്ടെ. അപ്പൊ നിങ്ങളത് ഇല്ല എന്നിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കുറെ നാൾ കഴിയുമ്പോൾ ഇയാളത് അന്ന് പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ പറയും. ഇത് പ്രവചനം നടന്നില്ലെങ്കിൽ ഇത് നിങ്ങൾ സംസാരിക്കുമോ? ടോപ്പിക്ക് വരില്ലല്ലോ. അപ്പൊ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇങ്ങനെയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്. അവർക്ക് ഇത്തരം കണ്ടന്റുകൾ ഇഷ്ടമാണ്. അവരതിനെ ഇങ്ങനെ കോട്ട് ചെയ്ത് പോകും. ഒരു സമയത്ത് നോസ്ട്രഡാമസ് ആയിരുന്നു ഇവിടെ, എനിക്ക് തോന്നുന്നു ഒരു ലോക്ക്ഡൌണിന്റെ സമയത്ത് നോസ്ട്രഡാമസിന്റെ സാധനമായിരുന്നു ഏറ്റവും കൂടുതൽ ലോകം മുഴുവൻ ഓടിക്കൊണ്ടിരുന്നത്. അതങ്ങോട്ട് പൊളിച്ചടുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അതങ്ങ് തീരുമാനമായി. ഇപ്പാണ് അടുത്തത് ഇവരുടെ വന്നിരിക്കുന്നത് സുനാമി പ്രവചനവുമായിട്ട്. അതിനുശേഷം ഇപ്പം ന്യൂ ഏജ് വാങ്ങാന്ന് പറഞ്ഞിട്ട് അത് വന്നിട്ടുണ്ട്. അവരും സുനാമി പറഞ്ഞിരുന്നു. പക്ഷെ അത് നമ്മുടെ ഫുട്ബോളിന്റെ മത്സരങ്ങൾക്ക് ആമയെ കൊണ്ടുവന്ന് നീരാളിയെ കൊണ്ടുവന്ന് ചെയ്യുന്നില്ലേ? ഇതൊക്കെ ചുമ്മാ ഈ നമ്മുടെ അന്ധവിശ്വാസങ്ങളുടെ ചില മനുഷ്യനുള്ളിലുണ്ട്. നമ്മളൊക്കെ ചിലപ്പോൾ ചെറുപ്പത്തിലിരുന്ന് ചിന്തിച്ചിട്ടില്ലേ, മായാവിയെ പോലെ പറന്നു പോകാൻ പറ്റിയിരുന്നെങ്കിൽ, അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന ആ സാധനം എനിക്കിങ്ങനെ അദൃശ്യമായി പോയി കണ്ടത് എടുത്തുകൊണ്ട് വരാൻ പറ്റിയിരുന്നെങ്കിൽ. ഇങ്ങനത്തെ ആഗ്രഹങ്ങളുള്ള ആളുകൾ പടച്ചുവിടുന്ന ഓരോ സാധനങ്ങളായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. അതിനകത്ത് അവൻ കൃത്യമായ ഒരു ബ്രില്യൻസും കൂടെ ഉപയോഗിക്കുന്നു. അത് അവൻ്റെ ഇൻ്റലിജൻസ് ആണ്, അവൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്. ഇതിലൊന്നും ഈ ഫ്യൂച്ചർ പ്രൊഡിക്ഷൻ, ഭാവി പറയുക അല്ലെങ്കിൽ ഭാവി, അതിലൊന്നും അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നിബിൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അത് ആർട്ടായിട്ട് ഞങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? ഈ സാധ്യതകളെല്ലാം ഇതൊരു പ്രോബബിലിറ്റി അല്ലേ? ഒരു പ്രോബബിലിറ്റി ഉണ്ട്. അത് പോസിബിലിറ്റി ആയിട്ട് നമുക്ക് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ച് കാണിക്കാറുണ്ട്. അപ്പം നിങ്ങൾ നീ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ഞാൻ ഒന്നുകൂടെ പെർഫോമൻസ് കാണിക്കാം. അപ്പം നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഞാൻ മുൻകൂട്ടി മുമ്പിൽ പ്രഡിക്റ്റ് ചെയ്ത് വെക്കാം. അപ്പം നിങ്ങൾ ഇപ്പം ഇത്രയും നേരം ഇയാൾ പറഞ്ഞതും ഇയാൾ ചെയ്യുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് അത്ഭുതപ്പെടുത്താൻ ഇത് ഉപയോഗിക്കുന്നു. മനസ്സിലായി. ഇതൊരു കലയാണ്. നൃത്തവും സംഗീതവും നാടകവും മിമിക്രിയും ഒക്കെ പോലെ ആസ്വദിക്കേണ്ട ഒരു കലയാണ്. പക്ഷെ ഇതിനകത്ത് നിഗൂഢതകളുടെ കുറേ സാധനങ്ങൾ നമ്മളായിട്ട് തന്നെ ഇടുന്നു, അല്ലെങ്കിൽ കലാകാരൻ അയാൾ ആ അവതരണ രീതിക്ക് വേണ്ടി അത് ഉപയോഗിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇതൊന്നുമില്ല. പ്യുവർ ആർട്ട് ഫോം. ഓക്കെ, ഇതൊക്കെ നമുക്ക് ശരിയെന്ന് വെക്കട്ടെ. അപ്പോഴും നമുക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം കൊച്ചു കുട്ടികൾ മുതൽ ഇപ്പം എൻ്റെ ഏജ് ഉള്ളതും എന്നെക്കാളും ഏജ് ഉള്ള ആൾക്കാരുടെയൊക്കെ ഒരു ക്യൂരിയോസിറ്റി വരുന്ന സാധനങ്ങള്. ഇപ്പൊ എൻ്റെ മൈൻഡ്, ഇപ്പൊ എൻ്റെ ക്യാമറാമാൻ ആയിട്ടുള്ള ഷമീറിനെ കൊണ്ട് പറയിപ്പിക്കുക, അങ്ങനത്തെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ എന്ത് മനസ്സിൽ ഓർക്കും, ഞാൻ ഏത് പാട്ട് ഓർക്കുന്നു എന്നുള്ളത് ഷമീർ പറയുന്നു, അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം അതിനൊക്കെ എന്താ, അത് എങ്ങനെ നമുക്കത് എങ്ങനെയെന്ന് ചോദിക്കുന്നിടത്താണ് അതിന്റെ പ്രശ്നം. കാരണം അതിന്റെ രഹസ്യങ്ങൾ പറയുമ്പോൾ അതിന്റെ പോയി. അതിന്റെ അതും ഈ പറയുന്ന പോലെ തന്നെ ഒരു ആർട്ട് ഫോമിൽ പെടുന്ന തന്നെയാണ്, അല്ലാതെ അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, എക്സ്ട്രാ ടാലന്റ് ഒന്നുമല്ല. അങ്ങനെ ഒരു ടാലന്റ് ആർക്ക് നമുക്ക് ഇതന്നെ അന്യഗ്രഹത്തു നിന്ന് പ്രത്യേകമായി നമ്മൾ എടുത്ത കഴിവ് അങ്ങനെയൊന്നും ഇല്ലല്ലോ.